ഇതിന്റെ അടുത്തൂടെയൊക്കെ നോക്കി തുമ്പിൽ കൈ തെറിക്കുമ്പോ ആന അങ്ങോട്ട് മാറി ഒടുവിൽ ആന അത് പൊട്ടിച്ചു. ഭയങ്കരം തന്നെ. അതാണ് അവസ്ഥ. ഈ ആന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ ഈ ഇലക്ട്രിക് കമ്പിയൊക്കെ ഇങ്ങനെ കൊണ്ട് കെട്ടും, ആന വരും, ഇങ്ങനെ തട്ടി നോക്കും, അതിലാണെങ്കിൽ കറണ്ടും കാണും. അപ്പൊ ഈ കറണ്ട് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആനയ്ക്ക് മനസ്സിലായി ഇതിൽ കറണ്ട് ഉണ്ടെന്ന്. ആന എന്നാ ചെയ്യും? ഒരു കമ്പെടുക്കും, ഒറ്റയടി അടിച്ച് പൊട്ടിച്ചിട്ട് എന്ത് വേണേ കാണിക്കും. ഇനിയിപ്പം ഷോക്ക് അടിപ്പിച്ചാൽ പോലും രക്ഷയില്ലാത്ത അവസ്ഥ ഇപ്പൊ ആനയുടെ കാര്യത്തിൽ. 20 ചതുരശ്ര കിലോമീറ്റർ വേണം ഒരു കടുവ. അവന്റെ ഹാബിറ്റാറ്റ് അതാണ് പറഞ്ഞു വരുന്നത്. ഈ കടുവകൾക്കൊരു കുഴപ്പമുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്കൊന്നും കൃത്യമായി പറയാൻ പറ്റത്തില്ല. അതിനൊക്കെ ഈ കടുവ വംശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കടുവ വംശാസ്ത്രജ്ഞന്മാർ പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു കടുവ വംശാസ്ത്രജ്ഞൻ ഇപ്പോൾ ഉദയം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സതീശൻ എന്നാണ്. പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പുറത്ത്, അതായത് പേരിൻ്റെ തുടക്കത്തിൽ നമുക്ക് VD എന്ന് കൂടി ചേർക്കാം. അപ്പം VD സതീശൻ എന്ന് പറയുന്ന ഒരു കടുവ വംശാസ്ത്രജ്ഞൻ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയും. അതും ആത്മകഥാനുഗന്ധിയായി പറയും. അതായത് ഇത് പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി എന്തെങ്കിലും തരത്തിൽ സാദൃശ്യം തോന്നിക്കഴിഞ്ഞാൽ അത് ഒട്ടും യാദൃശ്ചികമല്ല, സതീശേട്ടൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് നിങ്ങൾ വിചാരിച്ചോണം. ഞാൻ പറഞ്ഞു 20 ചതുരശ്ര കിലോമീറ്റർ വേണം ഒരു കടുവ. അവന്റെ ഹാബിറ്റാറ്റ് അതാണ്. വേറെ ആണുങ്ങളെ കേട്ടില്ല. അതിന്റെ അകത്തേക്ക് മാർക്ക് ചെയ്ത് വെക്കും മരത്തിൽ, ഒരാൾ കയറാൻ പാടില്ല. അതായത് ഈ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഈ കടുവകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കടുവകൾ ഇങ്ങനെ അവർ ടേപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു നീളം വീതി ഒക്കെ പിടിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് ഇത്ര 20 സ്ക്വയർ കിലോമീറ്റർ ആയോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ 20 സ്ക്വയർ കിലോമീറ്റർ ആയി കഴിയുമ്പോഴത്തേക്ക് ഇവരതിന് അതിർത്തിക്കല്ലുകളുണ്ട്. ആണ് ഈ മാർക്കിംഗ് എന്ന് പറയുന്നത്. അവരിങ്ങനെ അതിർത്തിക്കല്ലൊക്കെ ഇട്ടിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് കൂടാതെ ഇച്ചിരി കാശൊക്കെ ഉള്ള കടുവയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാന്നറിയാമോ, ഈ മണ്ഡലം കമ്മിറ്റിക്ക് ചുറ്റും മതിലൊക്കെ ഇടും. ചിലർ പിന്നെ ഷീറ്റൊക്കെ വലിച്ച് ഇത് കെട്ടും. എന്നിട്ട് ഈ മണ്ഡലം കമ്മിറ്റിക്ക് അകത്തേക്ക് ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ പറയുന്ന ഏരിയയ്ക്ക് പറയുന്ന ഒരു മണ്ഡലം കമ്മിറ്റി എന്നാണ്. അവരെന്നിട്ട് അവിടെ മണ്ഡലം കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെക്കും. ഇപ്പം അങ്ങനെ പുതിയ നിയമം വന്നല്ലോ, ഒരു മണ്ഡലം കമ്മിറ്റിക്ക് സ്വന്തമായി സ്ഥലം ഉണ്ടാവണം, അല്ല വാടകയ്ക്കെങ്കിലും വേണമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ മണ്ഡലം കമ്മിറ്റി നിന്ന് ബോർഡൊക്കെ വെച്ചിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ കാവലിരിക്കും. അപ്പം വേറെ ഏവനെങ്കിലും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് ബോർഡ് വെക്കും. നോ എൻട്രി എന്ന് പറഞ്ഞൊരു ബോർഡ് വയ്ക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ട്രസ്പാസേഴ്സ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് അതിക്രമിച്ച് കയറരുത് എന്നൊക്കെ പറയുന്ന ബോർഡ് വയ്ക്കും. അങ്ങനെ ബോർഡ് വെച്ചിട്ട് അവിടെ ആൾക്കാരെ അവിടെ മാറി ഇങ്ങനെ ഈ കടുവ ഇങ്ങനെ നോക്കിയിരിക്കും. എൻ്റെ ഈ 20 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഏവനെങ്കിലും വന്ന് കയറുന്നുണ്ടോ എന്നുള്ള കാര്യം കടുവ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഏതെങ്കിലും കടുവകൾ, ഇപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ വേണ്ട കടുവകളൊക്കെ കാണുമല്ലോ, അപ്പോൾ അത്തരം കടുവകൾ ഈ മണ്ഡലത്തിനകത്തോട്ട് ചാടി കഴിയുമ്പോഴത്തേക്ക് എന്നാ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ കൂവും. അങ്ങ് കൂവി അങ്ങ് ഓടിക്കുക. അങ്ങനെ അത്രയ്ക്ക് പ്രത്യേകതകളുള്ള ചില കടുവകളാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്. വയനാട് 152 കടുവയുണ്ട്. അതാണ്. അപ്പൊ നമ്മുടെ ഈ മണ്ഡലം കമ്മിറ്റിയിൽ മൊത്തം കൂടെ കണക്കാക്കി നോക്കുമ്പോൾ ഈ KPCCയിൽ KPCC അല്ല, ഈ പറയുന്ന വയനാട്ടിൽ മൊത്തം 152 കടുവകളുണ്ട്. ഈ 152 കടുവകൾക്ക് ആളൊന്നുക്ക് ഒരു മണ്ഡലം കമ്മിറ്റി എന്നുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ, അതായത് ഈ മണ്ഡലം കമ്മിറ്റിയുടെ വിസ്തീർണം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ 20 സ്ക്വയർ കിലോമീറ്റർ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഈ 152 പേർക്കും കടുവകൾക്കും കൂടെ നമ്മൾ ചേർത്ത് വരുമ്പോൾ ഏകദേശം ഇത്രയും ഉണ്ടാവും അല്ലേ? 3000-ലധികം ചതുരശ്ര കിലോമീറ്റർ വന വിസ്തൃതി വേണം. അതായത് ഈ മണ്ഡലം കമ്മിറ്റി എല്ലാം കൂടെ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഈ പറഞ്ഞ അത്രയൊക്കെ വരും. ഏകദേശം 3000-ഓളം അല്ലെങ്കിൽ 3000 സുമാർ എന്ന് പറയാം, 3000-ൽ കൂടുതൽ സ്ഥലം നമുക്ക് വേണം, സ്ക്വയർ കിലോമീറ്റർ നമുക്ക് വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പം തൽക്കാലം അതിനൊന്നും പറ്റിയ സെറ്റപ്പുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേറെ ചില കാര്യങ്ങൾ കൂടി നോക്കിയാൽ ഈ മണ്ഡലം കമ്മിറ്റിക്ക് അകത്തുള്ളവരെ എല്ലാം ഒന്ന്, അതായത് ഈ പറയുന്ന കടുവകളെയെല്ലാം നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതിനെക്കുറിച്ചും നമ്മുടെ കടുവ വംശാസ്ത്രജ്ഞനായ VD സതീശന് ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 354 ഉള്ളൂ ആകെ വിസ്തൃതി, അതായത് 10-1 ഉള്ളൂ. അതായത് ഈ 300-ഓളം വരുന്ന 10-1 മാത്രമുള്ള ഈ ഒരു ഇതിനകത്ത് വെച്ചുകൊണ്ട് ഇത്രയും എണ്ണത്തിന് തള്ളിക്കൊണ്ട് പോകുന്നത് വലിയ പാടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇതിനകത്ത് ചില കിഴവന്മാരുണ്ട് ഈ കടുവകളുടെ കൂട്ടത്തിലെ കാര്യം പറയുന്നത്, അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഈ കടുവകളുടെ കൂട്ടത്തിലുള്ള ഈ കിഴവന്മാരുണ്ട്, ചത്താലും തീരാത്ത കുറേ എണ്ണമുണ്ട്. അതിനു വേണ്ടി എന്തെങ്കിലും ഒരു നടപടി എന്തെങ്കിലും സതീശേട്ടൻ പറയും? ഞാൻ കാണിച്ചു തരാം, രേഖ വെച്ച് കാണിച്ചു തരാം. കണ്ടോളൂ.
ഇതാണ് ആ രേഖ. ഇത് എനിക്ക് തോന്നുന്നേ ഇദ്ദേഹം തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. സോറി, തെറ്റിദ്ധരിക്കാൻ വേണ്ടല്ല, ഞാൻ ഈ കടുവകളുടെ കൂട്ടത്തിലെ കിഴവന്മാരെ കുറിച്ച് പറഞ്ഞു വന്ന അതിൽ പാവം കേസ് തെറ്റിദ്ധരിച്ചു. സോറി, എന്നോട് ക്ഷമിക്കൂ. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അപ്പൊ എന്തുതന്നെയാണെങ്കിലും ഇങ്ങനെ ഈ കിഴവന്മാരെല്ലാം കൂടി അവിടെ കൂടും. ഈ ചെറുപ്പക്കാർ കുറെ പേരുണ്ടല്ലോ, ഈ ചെറുപ്പക്കാർക്ക് ഈ കിഴവന്മാർ വരുന്നത് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. പൊതുവെ അങ്ങനെയാണല്ലോ, അവരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം കിഴവന്മാരുടെ എണ്ണം കൂടുന്നു, കിഴവന്മാർ വലിയ പ്രശ്നക്കാർ, അനാരോഗ്യം, ഇവർക്ക് എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു ഇരയെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് അനാരോഗ്യമുണ്ട്. ഇനിയിപ്പോൾ എത്ര ഗർജിക്കുന്ന കടുവയാന്ന് പറഞ്ഞാലും ശരി, കുറെ പ്രായം കഴിയുമ്പോൾ ഒതുങ്ങിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒതുങ്ങാത്ത ഇവരെന്ത് ചെയ്യുന്നറിയോ, ഈ ടെറിട്ടറിക്കകത്ത്, അതായത് ഈ പറയുന്ന മണ്ഡലം കമ്മിറ്റി ആകെ ഇങ്ങനെ മേഞ്ഞ് നടക്കും. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ കല്ലിൻ്റെ ചോട്ടിൽ പോയിരുന്നിട്ട് അങ്ങ് ബഹളം ഉണ്ടാക്കും. എന്നിട്ട് ഇവർ ഈ എറിഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ മേടിച്ച് ഭിക്ഷ തിന്നാൻ വേണ്ടിയിട്ട് ഈ കടുവകൾ ഇങ്ങനെ നടക്കും. അപ്പം ഇത്തരം കടുവകളെ ഈ ചെറുപ്പക്കാരെല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്യും, ചവിട്ടി പുറത്താക്കും. സംഗതി മനസ്സിലായി കാണുമല്ലോ അല്ലേ? ചെറുപ്പക്കാരായ കടുവകൾ വന്ന് ഒറ്റയ്ക്ക് 20 സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കണവനെ ഓടിക്കും. പ്രായമുള്ളവരെ, നമ്മളിപ്പോ പ്രായമുള്ളവരെ കൊണ്ട് നടക്കിരുത്തൊക്കെ ചെയ്യുമല്ലോ, അത് അതിന്റെ വേറൊരു രൂപമാണ്, അടിച്ചോടിക്കും. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഈ കടുവാവംശ ശാസ്ത്രജ്ഞൻ പറഞ്ഞതിനകത്തും ചില കാര്യങ്ങളുണ്ട്. ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഈ പ്രായമായ ഈ കിഴവന്മാരെ കൊണ്ടുവന്ന് സത്യത്തിൽ നടക്കിരുത്തുന്ന പരിപാടിയൊക്കെ ഇവിടെ നടപ്പിലാക്കണം. ഇല്ലാതെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആരോഗ്യമുള്ള ചെറുപ്പക്കാരായ കടുവകൾക്കിടയിൽ ഇതൊരു വലിയ പ്രശ്നമായി തീരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കടുവകളെല്ലാം കൂടി ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇവരെന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന നുള്ളിയും പെറുക്കിയൊക്കെ അങ്ങ് തിന്ന് ജീവിക്കുക. എങ്ങനെയെങ്കിലും മനുഷ്യനല്ലേ പുള്ളേ ജീവിച്ചു പോകണ്ടേ എന്ന് പറയുന്ന പോലെ ഇവരിങ്ങനെ അങ്ങ് പോവാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഈ പറയുന്ന ഈ വേലിച്ചോട്ടിലും കല്ലിൻ്റെ ചോട്ടിലും ഒക്കെ കുത്തിയിരിക്കുന്ന ഇവരെ പുകച്ച് പുറത്ത് ചാടിക്കുക എന്നുള്ളതല്ല, വേറെ മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ പുകഞ്ഞ് പുറത്ത് ചാടുന്ന ഈ കിഴവൻ കടുവകൾ എന്ത് ചെയ്യുമെന്നറിയോ, മറ്റെങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങ് പൊക്കോളും. അവർ സ്വാഭാവികമായിട്ടും നാട്ടിലേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ BJP-യിൽ ചേരാം. അയ്യോ, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. നാട്ടിലേക്ക് ഇറങ്ങാം, വേറെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവും. അതിൽ ചില കടുവകൾക്ക് ഈ മറ്റു എവിടെയെങ്കിലും പോകുന്നതിനോട് വലിയ താല്പര്യമുണ്ട്. ഈ ഗർജിക്കുന്ന കടുവകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ പ്രായമായി കഴിയുമ്പോൾ പ്രായത്തിൽ നിന്ന് കുറച്ചൊക്കെ താഴോട്ട് വരും. അപ്പോൾ ഇവർക്ക് മറ്റെവിടെയെങ്കിലും പോയാൽ കൊള്ളാവുന്നൊരു ആഗ്രഹം തോന്നും. ചിലരോടുമൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ചെറുപ്പക്കാരായ കടുവകൾ എന്ത് ചെയ്യും, ഈ ചെറുപ്പക്കാരായ കടുവകൾ നേരെ വിളിച്ചിട്ട് ഹൈക്കമാൻഡിനോട് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കൂവി തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ചിലർ BJP-യിലൊക്കെ പോകും എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ അയാളോട് തന്നെ സംസാരിക്കുക. നേരെ യു വിൽ ഗെറ്റ് എ കറക്റ്റ് ആൻസർ. എന്നോട് ചോദിച്ചാൽ ഞാനെങ്ങനെ അയാൾ പറഞ്ഞ ഉത്തരം എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഐ ആം സോറി. അതല്ലെങ്കിൽ പിന്നെ വേറൊരു ഐഡിയ ഉണ്ട്, പക്ഷെ അതിന് കേന്ദ്ര സർക്കാരും കൂടി ഇടപെട്ടാലേ നടക്കത്തുള്ളൂ. അവരെ ഇരപിടിക്കാൻ കഴിയാതെ വരുമ്പോ പുറത്തേക്ക് ഇറങ്ങി കെട്ടിയിട്ടിരിക്കുന്ന പശുവിനെ, അല്ലെ, കെട്ടിയിട്ടിരിക്കുന്ന ആടിനെ, ഇതിനെല്ലാം പിടിച്ചോണ്ട് പോകും. നായെ പിടിച്ചോണ്ട് പോകും. കിട്ടാതാവുമ്പോ മനുഷ്യനെ പിടിക്കും, നരഭോജികളാവും. എന്നിട്ട് അല്ലേ, ഇവരെയൊക്കെ വേറൊരു കാര്യമുണ്ട്. ഇവരെയൊക്കെ ഈ നമ്മൾ മണ്ഡലം കമ്മിറ്റി അല്ല ഈ അവരുടെ ടെറിട്ടറിയിൽ നിന്ന് ഈ കിഴവന്മാരെ പിടിച്ച് പുറത്താക്കിയാലും ഇവർക്ക് ജീവിക്കണ്ടേ? ഇവർക്ക് ആകെ അറിയാവുന്ന പണി തൊഴുത്തിൽ കുത്ത്, മോഷണം, പിടിച്ചുപറി, കൈയിട്ട് വാരൽ തുടങ്ങിയ സംഭവങ്ങളാണ്. അല്ല, ഈ പറയുന്ന ഇതിൽ വരുന്ന ഈ നരഭോജിത്വം, അല്ലെങ്കിൽ കാട്ടിലേക്ക് ഇറങ്ങി ഇര പിടിക്കുക, നാട്ടിലേക്ക് ഇറങ്ങി ഇര പിടിക്കുക തുടങ്ങിയ പരിപാടികളെ ഇവർക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കാൻ മറ്റു ചില മാർഗങ്ങൾ കൂടി കണ്ടെത്തേണ്ടി വരുമെന്നാണ് സതീശൻ എന്ന് പറയുന്ന കടുവാ വംശശാസ്ത്രജ്ഞൻ പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ചില നീക്കങ്ങൾ അല്ലെങ്കിൽ ചില തീരുമാനങ്ങളൊക്കെ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. ഇവരെ സ്ഥലം മാറ്റിക്കളയാം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതിലും നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്നേ ഉള്ളൂ, ഈ കടുവകളെ വേറെ എവിടെയെങ്കിലും കൊണ്ട് പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. കേന്ദ്ര ഗവൺമെന്റുമായി ആലോചിച്ച് ആവശ്യത്തിൽ കൂടുതൽ കടുവകളുടെ എണ്ണം ഇവിടെയുണ്ട്. കുറെ കൂട്ടിലാക്കി കടുവകൾ കുറവുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ ടൈഗർ റിസർവിലേക്ക് എന്തുകൊണ്ട് മാറ്റാൻ ഒരാലോചന നടത്തുന്നില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഒരു 10-12 വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ കാര്യം നടന്നേനെ.
കാരണം വെച്ചാൽ അന്ന് കേന്ദ്രഭരണം എന്ന് പറയുന്നാൽ ഈ കോൺഗ്രസിന്റെ കയ്യിലാണ്. അന്നായിരുന്നെങ്കിൽ ഇവരെയൊക്കെ നാട് കടത്തി, അതായത് ഇങ്ങനെ കൂട്ടിനകത്താക്കി അധികമുള്ളതിനെയൊക്കെ പിടിച്ച് കൂട്ടിലാക്കണം, എണ്ണം എടുത്തിട്ടേ അധികമുള്ളതിനെയൊക്കെ പിടിച്ച് കൂട്ടിലാക്കാം. ഈ കൂട്ടത്തിൽ കിഴവന്മാരെയും കൂടെ അങ്ങ് കയറ്റി ഒരു കൂട്ടിനകത്താക്കിയിട്ട് ഇതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്ന് കളയാം, മീൻസ് ഡംപ് ചെയ്യാം. അങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ സത്യത്തിൽ നമ്മൾ പി ശ്രീധരൻപിള്ളയോടോ, അവരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഗഗനമായി പഠിച്ച ആൾക്കാരാണ്. പഠിച്ചതെന്ന് മാത്രമല്ല, ഇവർ സത്യത്തിൽ ഇങ്ങനെ ചില ടെറിട്ടറിയിൽ ശല്യമായി മാറിയതിനെ തുടർന്ന് ചില ഈ കടുവ വംശശാസ്ത്രജ്ഞന്മാർ പിടിച്ചുകൊണ്ട് കളഞ്ഞതാണ്. ഈ മിസോറാമിലും ഗോവയിലും ഒക്കെ ആയിട്ട് അവരെ കൊണ്ടൊന്ന് പുനരധിവസിപ്പിച്ച ടീമുകളാണ്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. പിന്നെ ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് ഇങ്ങനെ കളയാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ ഇവരെ എവിടെയെങ്കിലും കൊണ്ടുവന്നങ്ങ് നടക്കിരുത്തിയേക്കുക, അല്ല വേറെ യാതൊരു മാർഗവും ഇല്ല. അല്ലെങ്കിൽ പുറത്തേക്ക് അഴിച്ചു വിടുക, നാട്ടുകാരങ്ങ് തല്ലിക്കൊന്നോളൂ.